വാതിൽ ലോക്കിട്ടവൻ വല്ലാത്തൊരു ഭാവത്തോടെ ആദ്യം ഒന്ന് നോക്കി. അതൊരു ക്ലാസ് റൂം ആയിരുന്നു. അവിടെ ഇരുട്ട് നിറഞ്ഞിരുന്നു. അധികം ആരും കേറാത്ത റൂമാണ്. അത് മാത്രമല്ല അവിടേക്ക് പെട്ടെന്ന് ആർക്കും കയറി വരാൻ കഴിയില്ലായിരുന്നു. ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. അവൾ അങ്ങനെയാണ് ജയ് അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അവൾ ജയുടെ പെങ്ങളല്ലേ, അതിന്റെ ധൈര്യം അവൾക്കില്ലാതിരിക്കുമോ? ആരാടാ നീ? കഥക തുറക്കടാ. ആ ആൾരൂപത്തിന്റെ അട്ടഹാസം ആ 4 ചുവരിൽ പ്രതിധ്വനിച്ചു. ഡാ, മര്യാദയ്ക്ക് തുറന്നോ, അതാ നിനക്ക് നല്ലത്. അവൾ പേടി പുറത്ത് കാണിക്കാതെ വീറോടെ പറഞ്ഞു. തുറക്കാനല്ലല്ലോ ആദ്യേ ഈ ക്ലാസ് റൂം അടച്ചത്. തുറന്നു വിടാനാണെങ്കിൽ എനിക്ക് അടച്ചിണ്ട ആവശ്യമുണ്ടോ? നീ ചുമ്മാ തമാശ പറയാതെ ആദ്യേ, അവൻ പരിഹാസ രൂപേണ പറയവേ. നീ വെറും ഒരു ഭീരുവാണ്. ഇങ്ങനെ വാതിലടച്ച് ഇരുട്ടിൽ മറിഞ്ഞു നിൽക്കാൻ നിനക്ക് നാണമില്ലേ? ഇങ്ങനെയുള്ളവരെ ഞാൻ ഒന്നേ വിളിക്കൂ, ഭീരുക്കൾ. അവൾ വീറോടെ പുച്ഛിച്ചുകൊണ്ട് പറയവേ. നിർത്തടി, കുറെ നേരമായി അവള് കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഭീരുവല്ലെന്നറിയുമ്പോ നീ ഇങ്ങനൊക്കെ തന്നെ പറഞ്ഞ് എന്റെ മുന്നിൽ നിൽക്കണം. വന്ന അന്ന് മുതൽ നോക്കി വെച്ചതാണ്. ഞാൻ പറയുന്നതനുസരിച്ച് നല്ല കുട്ടിയാ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ എന്നെ ഒരു ചുക്കം ചെയ്യില്ല, നിനക്ക് അറിയില്ല എന്നെ. അവളുടെ വാക്കുകൾ കേട്ടതും അവനൊന്ന് പുച്ഛിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാലും നിന്റെ ധൈര്യം സമ്മതിക്കാതിരിക്കാൻ വയ്യ കേട്ടോ. ഈ അവസ്ഥയിലും നിന്റെ ധൈര്യം, ഉഫ്, കൊള്ളാം മോളെ. അത് ചേട്ടനങ്ങ് ഇഷ്ടമായി. അവന്റെ വാക്കുകളിൽ പരിഹാസം. നീ എന്റെ ദേഹത്ത് തൊടില്ല, ആദ്യമാണ് പറയുന്നത്. ഞാൻ വെറും വാക്ക് പറയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ മുഖം കാണിക്കടാ, എന്നിട്ട് നേർക്ക് നേർ സംസാരിക്കടാ. പിന്നെ അത് തന്നെ. ഓക്കെ, എന്റെ കൊച്ചിന്റെ ആഗ്രഹമല്ലേ, ചേട്ടൻ സാധിക്കാം. ഇനി മുഖം കാണിച്ചാലെന്താ, ഇല്ലെങ്കിലെന്താ? രക്ഷപ്പെടാൻ അവൾക്കൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. തന്റെ ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത നിമിഷത്തെ ഓർത്ത് അവൾക്ക് വേദന തോന്നിയെങ്കിലും ഈ നിമിഷം വേണ്ടത് രക്ഷപ്പെടാനുള്ള ധൈര്യമാണ്. ഇവൻ എന്റെ അടുത്തെങ്ങാണം വന്നാൽ ആദ്യം ക്ഷമിച്ചു കൊടുക്കില്ല. ദേവേട്ടനല്ലാതെ മറ്റാരെങ്കിലും തൊട്ടാൽ ആദ്യം ഉണ്ടാകില്ല. ദേവേട്ടനും എന്നെ വേണ്ടല്ലോ, എന്നെ ഇഷ്ടമല്ലല്ലോ, എന്നോട് ഇപ്പോഴും വെറുപ്പല്ലേ? ആ മുറിയുടെ ലൈറ്റ് അവൻ ഓണാക്കിയതും ദിയയുടെ ശ്രദ്ധ ആ നിമിഷം മുന്നിലുള്ള രൂപത്തിലേക്ക് പോയതും. ഗിരി, നീ? ആദ്യം ഞെട്ടലോടെ അവനെ വിളിക്കവേ. എന്താടി ചക്കരെ, നിന്റെ ഞെട്ടൽ കണ്ടാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്നോ? അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. പറയട്ടെ മോളെ, നീ എന്റെ എന്തൊക്കെ കണ്ടിട്ടുള്ള ഞെട്ടൽ പോലെ ഉണ്ടല്ലോ. അപ്പൊ അത് കണ്ടാൽ നീ തലകറങ്ങി വീഴുമല്ലോ. നിന്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെയാണല്ലോ. ഒരു പ്രത്യേക താളത്തിൽ അവൻ പറയവേ. ഛേ ഗിരി, നീ മാറി നിൽക്കുന്നതാ നിനക്ക് നല്ലത്. നിനക്കെന്നെ ശരിക്കറിയില്ല. അവൾ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയവേ. ഞാൻ പറഞ്ഞില്ലേ മോളെ, അറിയാനാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നവൻ. നടക്കുന്നതിനിടയിൽ അവന്റെ ഷർട്ടിന്റെ ബട്ടൺ സഹിക്കാനും അവൻ മറന്നില്ല. ആദ്യയുടെ കണ്ണിൽ ഒരു നിമിഷം പേടി നിറഞ്ഞു നിന്നു. ഇവൻ ഗിരീഷ്, തന്റെ സീനിയർ. കോളേജിൽ സാധാരണ പിള്ളേരെ പോലെ അടിയിട്ട് നടക്കുന്ന ഒരുത്തനല്ല. കോളേജൊക്കെ ആകുമ്പോൾ അടിയൊക്കെ സ്വാഭാവികമല്ലേ. പക്ഷെ ഇവൻ അങ്ങനെ ഒന്നിനും ഏർപ്പെടാറില്ല. അങ്ങനെ ആരോടും മിണ്ടാറുമില്ല. അത്യാവശ്യം നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ആരും അവനെ കുറ്റപ്പെടുത്താറില്ല. ഒരു ഒതുങ്ങിയ സ്വഭാവമാണ് അവൻ്റേത്. കഴിഞ്ഞ ദിവസം തന്നോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. ശരിക്കും അതിശയമാണ് തോന്നിയത്. ഇത്രയുമൊക്കെ ഒതുങ്ങി നടക്കുന്നവൻ വന്ന് പ്രപ്പോസ് ചെയ്തത് തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കൂടെ പൊന്നും പിന്നെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അന്ന്. ദേവേട്ടനോട് ഇഷ്ടമുള്ള ഞാൻ എങ്ങനെയാണ് മറ്റൊരാളെ സ്നേഹിക്കുന്നത്? എനിക്കതിന് കഴിയില്ലായിരുന്നു. ഞാൻ അപ്പൊ തന്നെ നോ പറഞ്ഞിരുന്നു. അത്രയും പേരുടെ മുന്നിൽ വെച്ചാണ് ഞാൻ അത് പറഞ്ഞത്. ഇവൻ ഒരുപാട് പറഞ്ഞു നോക്കി. എന്റെ ഫ്രണ്ട്സും ഇവന്റെ ഫ്രണ്ട്സും ഉള്ളതിനാൽ എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുകയായിരുന്നു അന്ന്. അവൻ ഒന്നും പറയാതെ പോയതാ. പക്ഷെ ഇങ്ങനൊന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. എന്താ മോളെ, അന്ന് നടന്ന കാര്യം ഓർക്കുവാണോ നീ? എന്നോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. അല്ലെങ്കിൽ നീ എന്നെ മാറ്റി നിർത്തി പറയാമായിരുന്നു. പക്ഷെ നീ ചെയ്തില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തായാലും നാണം കിട്ടും. എനിക്കിവിടെ ഉള്ള വിലയെല്ലാം നീ കാരണമാണ് ഇല്ലാതായത്. അതിന് നിന്നോട് പ്രതികാരം ചെയ്യാതെ എങ്ങനാ? ഇന്ന് നീ ഒരുപാട് സുന്ദരിയാണ് കേട്ടോ. ഇവിടെ വെച്ച് ആരെങ്കിലും നമ്മളെ പിടികൂടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പെണ്ണെ. എല്ലാവരും കൂടെ നമ്മളെങ്ങ് കെട്ടിക്കും. പിന്നെ ജീവിതാവസാനം വരെ നിന്നെ ഞാൻ നോക്കിക്കോളാമടി, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ഗിരി, നീ പറയുന്നതൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കിനി പിന്മാറാൻ സമയമുണ്ട്. എല്ലാം ഇല്ലാതാകാൻ പോകുന്നവളുടെ കോൺഫിഡൻസ് അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. അപ്പോഴേക്കും അവൾക്കടുത്തായി അവൻ എത്തിയിരുന്നു. ഷർട്ട് പൂർണ്ണമായും അവനിൽ നിന്ന് വേർപെട്ടു പോയിരുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം. അതേ തിളക്കത്തോടെ അവന്റെ കൈ ചേർത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചാഞ്ഞു. അവന്റെ സാന്നിധ്യം അവളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. കൈയെടുക്കടാ. അവന്റെ കൈ യൂക്കോടെ തട്ടി മാറ്റിയതും അവളുടെ 5 വിരലുകളും ശക്തിയോടെ അവന്റെ കവിളിൽ പതിഞ്ഞിരുന്നു.
അവന്റെ കവിൾ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു പോയിരുന്നു. ഞാൻ ദേവേട്ടന്റെ പെണ്ണ, ദേവേട്ടന്റെ മാത്രം. ആദ്യ അഗ്നിദേവ്. അവിടെ നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും അവളുടെ കയ്യിൽ അവന്റെ പിടി വീണിരുന്നു. സ്റ്റേജിന്റെ സൈഡിലായി ഡെവിയോട് സംസാരിച്ച് നിൽക്കുകയാണ് പൊന്നു. പരാതികൾ ഓരോന്നായി പെറുക്കി പെറുക്കി പറയുകയാണ് പെണ്ണ്. അഗ്നി പിന്നെ അതൊന്നും തന്നെ ബാധിക്കില്ലെന്ന പോലെ ഫോണും നോക്കി ഇരിപ്പാണ്. പക്ഷെ അവന്റെ മനസ്സിൽ കുറച്ചു സമയമായി വല്ലാത്ത ഭാരം പോലെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത് കാര്യമാക്കാതെ അവന്റെ ശ്രദ്ധ പിന്നെയും ഫോണിലേക്ക് നീണ്ടു. പൊന്നു, ആദ്യമോൾ എവിടെ? കുറെ നേരമായല്ലോ പോയിട്ട്. ഡെവിയുടെ ചോദ്യമാണ് അഗ്നിയെ ഫോണിൽ നിന്ന് മുഖമുയർത്താൻ പ്രേരിപ്പിച്ചത്. അവനും അതറിയാൻ എന്തോ വല്ലാത്ത ആഗ്രഹം തോന്നിപ്പോയി. ഇച്ചായ, അത് പിന്നെ അവൾക്ക് വാഷ്റൂമിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞായിരുന്നു, അങ്ങനെ പോയതാ. എന്നെ വിളിച്ചായിരുന്നു, എനിക്കപ്പോ പോകണ്ടായിരുന്നു. അവൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ. പൊന്നു തെല്ലൊരു ഭയത്തോടെ പറഞ്ഞു. അപ്പോഴാണ് അവളുടെ കാര്യം അവൾ ഓർത്തത് തന്നെ. ഉള്ളിൽ കുമുഞ്ഞുകൂടുന്ന ഭയം. പൊന്നു! ഡെവി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അവളെ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു, എത്ര സമയമായി അവൾ പോയിട്ട്? അവന്റെ ദേഷ്യം കണ്ട് അവളൊന്ന് വിറച്ചുപോയി. ആദ്യമായാണ് ഇച്ചാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അവൾക്ക് തോന്നി. പൊന്നോ പറയാൻ! ഡെവി വീണ്ടും പറയവേ ഇച്ചായ വേദനിക്കുന്നു. കണ്ണ് നിറച്ച് അവൾ പറയവേ, വേദനിക്കട്ടെ, നിന്നോട് ജയ് എന്താടി പറഞ്ഞത്? എന്താണെന്ന്? അവളെ കൂടെ നിർത്തണമെന്നല്ലേ? എന്നിട്ട് നീ എന്താ ചെയ്തേ? നിനക്കപ്പ അതൊന്നും അല്ലല്ലോ, നിനക്ക് മറ്റു പലതുമല്ലേ ചിന്ത. ഡെവിയുടെ ശബ്ദം ഉയർന്നു. ഇച്ചായ, ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും കൈകൾ ഉയർത്തി തടഞ്ഞു അവൻ. അവൾക്കൊരു പോറൽ പറ്റരുത്. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പം നിന്നെ കാണിച്ചു തരാം. ഞാൻ അവനോട് എന്ത് സമാധാനം പറയാനടി? അവനോട് മാത്രമാണോ? എന്റെ കൂടെ പെങ്ങളല്ലേടി അവൾ. എന്റെ ഉറപ്പിന്മേലാണ് കൊച്ചിനെ ഇവിടെ നിർത്തിയത് തന്നെ. നിനക്കറിയാമോടി? ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞെങ്കിലും അവസാനം അവന്റെ ശബ്ദം ഇടറിയിരുന്നു. ഇവരുടെ സംസാരം കേട്ട് അഗ്നി ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. നീയൊക്കെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ അവളെ കിട്ടുമോ? നീ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുന്ന സമയം മതി ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ. ഒന്നാമത് എങ്ങ് വെത്താത്ത അവളുടെ ഒരു വേഷം. അവൻ വെറുപ്പോടെയും താല്പര്യമില്ലാതെയും പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കാം. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അഗ്നി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഡാ, ഞാനും കൂടെ നോക്കാം. ഡെവി പറഞ്ഞു നോക്കി. ഒരു പോറൽ പോലും പറ്റാതെ അവളെ ഞാൻ കണ്ടെത്തിയിരിക്കും. തൽക്കാലം ആരും അറിയണ്ട. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിനക്ക് നോക്കാം, ഞാൻ തടയില്ല. പിന്നെ ജയ് ഒന്നും അറിയരുത്. താക്കീതോടെ പറഞ്ഞു പോകുന്നവനെ അവൻ ബഹുമാനത്തോടെ നോക്കി നിന്നു. അവനോട് പേടിയല്ല, മറിച്ച് ബഹുമാനം കലർന്ന പേടിയാണ്. അവൻ കണ്ടെത്തും, അത് ഡെവിക്ക് ഉറപ്പാണ്. അവൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. പൊന്നുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവനും എങ്ങോട്ട് പോകണമെന്നറിയാതെ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് നടന്നു. അപ്പോഴും മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവളെ ഒരു പോറൽ പോലും ഇല്ലാതെ തരണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാനും അവൻ മറന്നില്ല. പൊന്നു പറഞ്ഞതനുസരിച്ച് അഗ്നി ലേഡീസ് ബാത്റൂമിന്റെ അടുത്തായി വന്നു നിന്നു. അവിടെ ഒന്ന് കണ്ണോടിച്ചു. അവിടെ ഒന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. അവന്റെ പോലീസ് ബുദ്ധി അവന് വഴികാട്ടിയായ നിമിഷം അവന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന തരത്തിൽ പിടിവലി നടന്നതുപോലെ മണ്ണിലകി കിടക്കുന്നുണ്ട്. ഒരു ഭാഗത്തായി കാണുന്ന അവളുടെ കമ്മലിന്റെ പകുതി. അവൻ അതെടുത്ത് മുന്നോട്ടൊന്ന് നോക്കി. ചെറിയൊരു ഇടവഴി കാണാം. അങ്ങനെ അധികം ഗ്ലാസുകൾ ആ ഭാഗത്തായി കാണാൻ കഴിഞ്ഞില്ല അവന്. ആ നിരയിൽ ഏകദേശം 6ഓളം ഗ്ലാസുകളാണ് അവന് കാണാൻ കഴിഞ്ഞത്. അതെല്ലാം അടഞ്ഞു കിടക്കുന്നു. സംശയത്തോടെ വെച്ചിരിക്കുന്ന ബോൾഡിലൂടെ കണ്ണോടിച്ചു. ലാബുകളായിരുന്നു അവ. കയ്യിലുള്ള ഇടിവള മുകളിലേക്ക് കയറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു അഗ്നി. അതെ, പേര് പോലെ സാക്ഷാൽ അഗ്നിയായി തന്നെ. ദേവേട്ടനോ? ആദ്യ അഗ്നിദേവോ? ആരാടി അവൻ? അത് പറഞ്ഞ് പുച്ഛത്തോടെ ചുണ്ടുകൊട്ടിയവൻ. അവൻ ആരാണെങ്കിലും എനിക്കെന്താ? നിനക്ക് അന്ന് എന്നോട് പറയാമായിരുന്നു. നീ അത് ചെയ്തോ ആദ്യ? ഇല്ലല്ലോ. അവസരം ഉണ്ടായിട്ട് പറയാത്തവൾ ഇന്ന് പറയണ്ട. ഇന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല പെണ്ണെ. താടി ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. അവനെ തള്ളി അവൾ പുറത്തേക്ക് ഓടാൻ ഒരു ശ്രമം നടത്തി. നിനക്ക് എന്നെ അനുസരിക്കാൻ വയ്യ അല്ലേടി? അവളെ ഭിത്തിയിലായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇടുപ്പിലായി പിടിച്ചിരുന്നു അവൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആ നിമിഷം. നിന്റെ ഈ ഭാവം, അതാണ് എനിക്ക് വേണ്ടത് ആദ്യേ. പറഞ്ഞുകൊണ്ട് ഇടുപ്പിൽ കരങ്ങൾ ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അടുത്ത നിമിഷം അവന്റെ അധരങ്ങൾ അവളുടേതായി തൊട്ടില്ലെന്ന് വന്നതും ശക്തമായ കിട്ടിയ ചവിട്ടിൽ ആ വാതിൽ മലർക്ക തുറക്കുന്നതിനോടൊപ്പം തന്നെ ആ വാതിൽ നിലത്തേക്ക് പതിച്ചിരുന്നു. അവൻ ഞെട്ടി അവളിൽ നിന്ന് പിടിവിട്ട് തിരിഞ്ഞു നോക്കിയതും കാണാം വാതിലിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രൂപത്തെ. അവൻ അകത്തേക്ക് വരുന്നതിനോടൊപ്പം തന്നെ ചൂളമടിയും കേൾക്കാം. ചൂളമടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഗിരി അവളിൽ നിന്ന് അകന്നു മാറിയപ്പോഴാണ് ആ പെണ്ണ് അവനെ കണ്ടത്. ദേവേട്ടൻ. അവളുടെ ചുണ്ടുകൾ ആ പേര് മൊഴിഞ്ഞു. അടുത്ത് നിന്ന ഗിരി അത് വ്യക്തമായി കേട്ടിരുന്നു. അവൻ പകച്ചു പോയി ആ നിമിഷം. അവളുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞുപോയി. ചുണ്ടുകൾ വിറകൊണ്ടു. ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥയായിരുന്നു അവളിൽ ആ നിമിഷം.
ദേവേട്ടൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. തന്നെ ഈ അവസ്ഥയിൽ അവൻ കണ്ടല്ലോ. ആ വേദന അവളെ നിറഞ്ഞു നിന്നു. ഒന്നാമത് തന്നോട് വെറുപ്പ. അതിന്റെ കൂട്ടത്തിൽ അവൾ വെറുപ്പോടെ ഗിരിയെ നോക്കി. അകത്തേക്ക് വരുന്ന ചെകുത്താനെ പോലൊരുത്തൻ വെളിച്ചത്തിലേക്ക് വന്നതും അവന്റെ ചൂളം വിളി നിന്നു. ഒരു സിഗരറ്റ് കത്തിച്ച് വല്ലാത്തൊരു ഭാവത്തിൽ അവനെ നോക്കി വലിച്ചു വിട്ടവൻ. അവന്റെ മുഖം ശാന്തമായിരുന്നു. കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തത പോലെ അവൾക്ക് തോന്നി. പിന്നെ അവൻ മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി. നേരത്തെ ഉണ്ടായിരുന്ന ശാന്തത ഇന്ന് അവനിലില്ല. അവിടെ വന്യതയായിരുന്നു. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഞരമ്പുകൾ അവന്റെ ദേഷ്യത്തിൽ എഴുന്നേറ്റ് നിന്നിരുന്നു. ആദ്യ പേടിച്ച് ഭിത്തിയോട് കുറച്ചുകൂടി ചേർന്ന് നിന്നു. ഗിരി ഉമ്മനീരിറക്കിപ്പോയി. അകമേ പേടി തോന്നിയെങ്കിലും ഗിരി അത് പുറമെ കാണിച്ചില്ല. അവന് മനസ്സിലായി ആദ്യ പറഞ്ഞ ദേവൻ ഇതാണെന്ന്. സാർ എന്താ ഇവിടെ? അവൻ വിക്കി ചോദിക്കവേ. അത് ഞാൻ അങ്ങോട്ടല്ലയോടെ ചോദിക്കണ്ടേ? സ്റ്റേജിൽ പരിപാടി നടക്കുമ്പോ താൻ എന്താ ഇവിടെ? അവന്റെ വാക്കുകളിൽ അവസാനം ആദ്യം നോക്കിയാണ് അവൻ പറഞ്ഞത്. അവൻ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് തന്റെ മുടി ഒന്നുകൂടി ശരിയാക്കിക്കൊണ്ടാണ് അഗ്നിയോട് സംസാരം. സാറിന് മനസ്സിലായില്ലേ എന്താണെന്ന്? കൊള്ളാവുന്നതിനെ കണ്ടാൽ ആണുങ്ങൾ നോക്കിയെന്നിരിക്കും. സാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. അതോ സാറിനും വേണോ? എനിക്ക് കുഴപ്പമില്ല സാർ. ഒന്ന് കണ്ണടച്ചാൽ. അടുത്ത നിമിഷം കേട്ട ശബ്ദത്തിൽ ഗിരിക്കൊപ്പം തന്നെ വിറച്ചു പോരുന്ന ആദിയും. മുന്നിൽ കിടന്ന മേശയിൽ ഊക്കോടെ അവന്റെ കൈ പതിഞ്ഞിരുന്നു. മേശ നിലം പതിക്കാൻ സമയം വേണ്ടി വന്നില്ല. അഗ്നി ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ആ നിമിഷം അവന്റെ പ്രതികരണം ദിയ ഞെട്ടി വിറച്ചുപോയി. അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ അവൻ നിലത്തേക്ക് വീണിരുന്നു. എന്തൊക്കെയോ ശബ്ദങ്ങൾ ആദിക്ക് കേൾക്കാമായിരുന്നു. അവന്റെ അധരങ്ങൾക്കിടയിൽ ചോരപ്പാട് വീണിരുന്നു. ഗിരി പകപ്പോടെ അഗ്നിയെ മുഖമുയർത്തി നോക്കി. അടുത്തത് കിട്ടാൻ അധിക താമസം വന്നില്ല. പൂച്ചക്കുഞ്ഞുങ്ങളെ തൂക്കിയെടുക്കുന്നത് പോലെ പൊക്കിയെടുത്ത് ഒന്നോടെ കൊടുത്തു. അവൻ അസഹ്യമായി വേദന അനുഭവപ്പെട്ടിരുന്നു. ആ നിമിഷം അഗ്നിക്ക് കലി അടങ്ങാതെ പിന്നെയും കൊടുത്തു. അതുപോലെ ഒന്നുകൂടെ. എന്തൊക്കെയോ ശബ്ദത്താൽ ആദ്യ പേടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അവൻ കുഴഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു. രണ്ടെണ്ണം കിട്ടിയപ്പോഴേ ക്ഷീണിച്ചോടാ നീ? അഗ്നി മൂരി നിവർന്നുകൊണ്ട് ചോദിക്കവേ അടഞ്ഞു പോയ കണ്ണുകൾ വലിച്ചു തോർക്കാൻ പാടുപെട്ടിരുന്നു അവൻ. തൊഴുകൈയോടെ അഗ്നിയോട് അപേക്ഷിച്ചു. എന്നെ ഒന്നും ചെയ്യല്ല സാറേ. ഞാൻ ഇനി ആരോടും ഒന്നിനു പോകില്ല. എന്നെ ജീവിക്കാൻ അനുവദിക്കണേ. ദയനീയമായ അവന്റെ വാക്കുകൾ കേട്ടിട്ട് പോലും അഗ്നിയുടെ ദേഷ്യം അടങ്ങിയില്ല. അഗ്നിക്ക് തൊലിവെളുപ്പ് കണ്ട് ഒന്നിനെ നോക്കേണ്ട ആവശ്യമില്ല. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ അഗ്നിക്ക് കഴിയുമെടാ. നീ കുറച്ചു നേരത്തെ മൈക്കിൽ കൂടി പറഞ്ഞത് കേട്ട് കാണുമല്ലോ. ബിസിനസ് ലോകത്തിലെ ചെകുത്താൻ എന്ന വിശേഷണമുള്ളവൻ. അതേടാ, അതാണ് അഗ്നിദേവ്. അവൻ തൊഴുതുപോയി. ചണ്ടി പോലായിരുന്നു അവൻ ആ നിമിഷം. അപ്പോഴേക്കും റൂമിലായി കോളേജിലുള്ളവർ തടിച്ചുകൂടിയിരുന്നു. ഈ നിൽക്കുന്നവൾ ആരാണെന്ന് അറിഞ്ഞോണ്ടാണോടാ നിന്റെ ഈ പ്രവൃത്തി ഇവിടെ നടത്തിയത്? അവൻ അത് ചോദിക്കവേ ഗിരിക്ക് പുറമെ മറ്റുള്ളവരിൽ സംശയം നിറഞ്ഞിരുന്നു. ഈ കോളേജിന്റെ സിഇഒ ആഞ്ജനയാണെന്ന് അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ. അവന്റെ ഒരേ ഒരു പെങ്ങൾ ആദ്യ റാം. ചുറ്റും കൂടി നിന്നവർ ഞെട്ടിപ്പോയിരുന്നു. ആ നിമിഷം എന്തിനേറെ ഗിരി പോലും ഞെട്ടി ഉരുകെ ഒലിച്ചു പോയിരുന്നു. ആർക്കും അവളുടെ കോളേജാണെന്ന് അറിയില്ലായിരുന്നു. അതെല്ലാവർക്കും പുതിയൊരു അറിവായിരുന്നു. ആരൊക്കെ ചേർന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയതും അഗ്നി കൈ ഉയർത്തി തടഞ്ഞിരുന്നു. ആർക്കും ചിന്തിക്കാൻ പോലും സമയം അവൻ കൊടുത്തില്ല. തന്റെ ബൂട്ട്സിനാൽ അഗ്നി ഒരു ചവിട്ടുകൂടി കൊടുത്തു. അവൻ അലറിക്കരഞ്ഞുപോയി. അത് കണ്ട് ഒരു ഉന്മാദിയെ പോലെ ചിരിച്ചു അഗ്നി. ഇപ്പൊ ശരിയായി. ബാക്കി ജയ് വന്നിട്ട് തന്നോളും. എടുത്തോടെ പോടാ ഇവനെ. അടുത്ത നിമിഷം ആളുകൾ അവനെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ആളുകൾ നന്നേ കുറഞ്ഞിരുന്നു. എന്തോ കാണാൻ നിൽക്കുക? ചോദ്യം ചോദിച്ചതേ ഓർമ്മയുള്ളൂ. കൂടി നിന്നവർ ജീവനും കൊണ്ട് ഓടിയിരുന്നു. അവൾ അപ്പോഴും പകച്ചു നോക്കുകയായിരുന്നു. ഡെവിയും പൊന്നുവും അവളുടെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങവേ എങ്ങോട്ടാ രണ്ടാളും? പോകാൻ നോക്ക്. അവരും പോയിരുന്നു. ഇപ്പോൾ അവനും അവളും മാത്രമായി ആ ക്ലാസ് റൂമിൽ. അവനും പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവന്റെ കയ്യിൽ പിടി വീണിരുന്നു. കൈയെടുക്കാതെ അവൻ അലറും പോലെ പറഞ്ഞു. ദേവേട്ട പ്ലീസ് കൈയെടുക്കടി പറഞ്ഞുകൊണ്ട് അവളുടെ കൈകളെ കുടഞ്ഞെറിഞ്ഞു കളഞ്ഞിരുന്നു അഗ്നി. ഇപ്പോഴും എന്നോട് വെറുപ്പാണോ ദേവേട്ട? എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമുള്ള ആദ്യ, വെറുപ്പ് മാത്രം.